നമസ്കാരം, ഇൻസൈഡ് ബൈറ്റ്സിലേക്ക് സ്വാഗതം. ജമ്മു കാശ്മീർ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ ഫലം വരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. ഹരിയാനയിൽ അധികാരം പിടിക്കുമെന്ന് കോൺഗ്രസ് ഏകദേശം ഉറപ്പിച്ച മട്ടാണ്. യുദ്ധങ്ങളും പ്രക്ഷോഭങ്ങളും ഏറെ കണ്ട ഹരിയാന മണ്ണിൽ കർഷക സമരത്തെ തുടർന്ന് ഉയർന്ന പ്രതിഷേധം BJPക്ക് തിരിച്ചടിയാകും. അതുമാത്രമല്ല, ഗുസ്തി താരങ്ങളുടെയും നാടാണ് ഹരിയാന. ഗുസ്തി താരങ്ങളുടെ സമരത്തോട് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് ഹരിയാനയിൽ വലിയ ചർച്ചയായിരുന്നു. പാരീസ് ഒളിമ്പിക്സ് വിന്നേഷ് ഫോഗട്ടിനോട് കേന്ദ്രം കാണിച്ച അലംഭാവം BJP വിരുദ്ധതകൾക്ക് കാരണമായിട്ടുണ്ട്. ജൂലാലനയിൽ വിനീഷിനെ സ്ഥാനാർത്ഥിയാക്കിയ കോൺഗ്രസ് തീരുമാനവും BJPക്ക് കനത്ത തിരിച്ചടിയാവും. മാത്രമല്ല, ഭരണവിരുദ്ധ വികാരം പുകയുന്ന ഹരിയാനയിൽ BJPക്ക് വോട്ടുകൾ കുറയുമെന്ന് തന്നെയാണ് വിലയിരുത്തല്. സംസ്ഥാനത്തെ ജാട്ടുകളുടെ വോട്ടും ഇത്തവണ കോൺഗ്രസിന് അനുകൂലമാകുമെന്നാണ് പുറത്തു വരുന്ന സൂചന. ഹരിയാനയിലെ ജനസംഖ്യയുടെ 26 മുതൽ 28% ജാട്ടുകൾ. ഇത്തവണ പുറത്തുവന്ന 6 എക്സിറ്റ് പോളുകളും സൂചിപ്പിക്കുന്നത് കോൺഗ്രസ് അധികാരം പിടിക്കുമെന്നാണ്. ഹരിയാന മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ഭൂപീന്ദർ സിംഗ് ഹുഡ കഴിഞ്ഞ ദിവസം AICC നേതൃത്വത്തെ കണ്ട് ഹരിയാനയിലെ എക്സിറ്റ് പോൾ ഫലം ചർച്ച ചെയ്തിരുന്നു. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടന്നുവെന്നാണ് സൂചന. സംസ്ഥാനത്ത് കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്ന പ്രവചനങ്ങൾക്ക് ശേഷം കോൺഗ്രസിന്റെ നേട്ടത്തിന് കാരണക്കാർ രാഹുൽ ഗാന്ധിയാണെന്ന് ലോക്സഭാംഗം കുമാരി ഷെൽജയും പ്രതികരിച്ചിരുന്നു. ന്യൂസ് 18, പീപ്പിൾസ് പ്ലസ്, ദൈനിക് ഭാസ്കർ, റിപ്പബ്ലിക് TV സേവകർ അടക്കം എല്ലാ സേവകളും കോൺഗ്രസിന്റെ അധികാരത്തിൽ തിരിച്ചെത്തുമെന്നാണ് പറയുന്നത്. 55 മുതൽ 62 വരെ സീറ്റുകൾ കോൺഗ്രസിന് നേടി ഭരണം തിരിച്ചുപിടിക്കും എന്നാണ് ഫലസൂചകങ്ങൾ. BJPക്ക് 18 മുതൽ 24 സീറ്റുകളിൽ സാധ്യത നൽകുമ്പോൾ AAPക്ക് ഒരു സീറ്റ് പോലും ലഭിക്കില്ലെന്നാണ് ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത്. അതേസമയം ജമ്മു കാശ്മീരിൽ ഇന്ത്യ സഖ്യം അധികാരത്തിൽ എത്തുമെന്നാണ് പല സർവേകളും പ്രവചിക്കുന്നത്. എന്നാൽ ചില സർവേകൾ തൂക്കസഭയ്ക്കുള്ള സാധ്യതയും പറയുന്നുണ്ട്. 10 വർഷത്തിനു ശേഷം ജമ്മു കാശ്മീരിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായിരിക്കുമെന്നാണ് പ്രവചനം. 90 അംഗ സഭയിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം 50 സീറ്റുകൾ വരെ നേടി അധികാരത്തിലെത്തുമെന്നാണ് സർവേകൾ സൂചിപ്പിക്കുന്നത്. 27 മുതൽ 31 വരെ സീറ്റുകൾ നേടിയേക്കുമെന്നാണ് ഫലത്തിൽ പറയുന്നു. ഇന്ത്യൻ സഖ്യം 11 മുതൽ 15 വരെ സീറ്റുകൾ, PDP 2 എന്നിങ്ങനെ പ്രവചിക്കുന്നു. റിപ്പബ്ലിക് സർവേയിൽ ജമ്മു കാശ്മീരിൽ തൂക്കുസഭയ്ക്ക് സാധ്യതയെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞതിനു ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത്. എന്തായാലും ഹരിയാനയിലും ജമ്മു കാശ്മീരിലും കോൺഗ്രസ് ഭരണം പിടിച്ചാൽ അത് BJPക്ക് കനത്ത തിരിച്ചടി തന്നെയാണ്. മോദി വിരുദ്ധത കൂടുകയും രാഹുൽ ഗാന്ധിയോടുള്ള ജനപ്രീതി വർദ്ധിച്ചു വരുന്നതിന്റെയും സൂചനയായിട്ടാവും അതിനെ വിലയിരുത്തുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇന്ത്യ സഖ്യത്തിന്റെ മുന്നേറ്റവും അതിനൊരു ഉദാഹരണമാണ്. കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈഡ് ബൈറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യുക.